എല്ലാവരെയും കൃപാസനം മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. ഈ ചാനലിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് നടത്തുന്നുണ്ട്. അതിനോർത്ത് ഞാൻ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. മാതാവ് വെളിപ്പെടുത്തിയൊരു കാര്യമാണ് മാതാവിൻ്റെ രൂപം പണിയുന്നതിനായിട്ട്, അതായത് ലോകത്ത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഒരു രൂപം പണിയുന്നതിനായിട്ട് മാതാവ് വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ രൂപം പണിയുന്നതിനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. അതായത് നിങ്ങളെല്ലാവരും മാതാവിനോട് ചേർന്ന് നിൽക്കുക, മാതാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പങ്കുചേരുക. തീർച്ചയായിട്ടും മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻ്റായിട്ട് ഇടുമ്പോൾ, നിങ്ങൾ മാതാവിൻ്റെ ആ ലൈവിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മാതാവിനോട് നേരിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം മക്കൾ മാതാവിനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് മാതാവ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ മാതാവിലേക്ക് ചേർന്ന് നിൽക്കുക. മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ, എത്ര പറഞ്ഞാലും എണ്ണിയാലും തീരാത്തത്ര അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. കാരണം മാതാവ് വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് ഈ ചാനലിലെ പ്രാർത്ഥനകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു പ്രാർത്ഥനയാണ് ഇതും, മാതാവ് വെളിപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണിത്. അതുപോലെ തന്നെ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. അത് ആ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നത് നമ്മൾ മാതാവിൻ്റെ രൂപം പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിൽ പങ്കുചേരുക. നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ നിങ്ങൾ മാതാവിനോട് നേരിട്ട് സമർപ്പിക്കുകയാണ്. ലൈവിലൂടെ നിങ്ങൾ മാതാവിനോട് നേരിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ മാതാവ് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടൽ നടത്തും. മക്കളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടലുണ്ടാവും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈവിൽ ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ടിടുക. നിങ്ങളതുപോലെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ അമ്മേനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനലിലെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെയും കൂടെ ലൈവായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുക. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ ഉയർച്ചയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും നല്ലൊരു ഉന്നതിയിലേക്ക് പോകുന്നതിനായിട്ട് മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും മാതാവിനോട് കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാവും, ഉറപ്പാണ്. മാതാവ് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടാണുള്ളത്. ലൈവിൽ പങ്കെടുത്ത് ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ലൈവിൽ പങ്കെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് കഴിയുമ്പോഴും മാതാവ് വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങളൊരു വ്യക്തിയെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തിയെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കഴിയുന്ന രീതിയിലൊരു ചെറിയ സഹായം നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും മാതാവിലേക്ക് അടുത്തിരിക്കുക. തീർച്ചയായിട്ടും മാതാവിനോട് ചേർന്ന് തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഉള്ളത്. അപ്പോൾ മാതാവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ മാതാവിനോട് ചേർന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾക്കും പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ മാതാവിൽ നിന്ന് ദൂരെയാണ്, അതുകൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുക. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും മാതാവ് വെളിപ്പെടുത്തി തന്നൊരു പ്രാർത്ഥനയാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ കൈവിടരുതേ. അമ്മ എപ്പോഴും അവരെ ചേർത്ത് പിടിക്കണമേ. അമ്മേ മാതാവേ, മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. അതിന് ഞാൻ അമ്മയോട് 1000 നന്ദി പറയുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ, എണ്ണിയ തീരാത്ത അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. അമ്മയുടെ വാക്കുകളാണ് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മ മാതാവ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും നിന്നും ഇവരെ വിടുവിക്കും. ഇവരുടെ ജീവിതം ഉന്നത നിലയിലേക്ക് കൊണ്ടുവരും. അമ്മേ മാതാവ്, ഞാനിപ്പോൾ ഓരോരുത്തരും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതരം ബുദ്ധിമുട്ടുകളിലൂടെ പങ്കെടുക്കുന്ന അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, ഇവരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊണ്ട്, ഇവരുടെ കടബാധ്യതകളെല്ലാം മാറ്റിക്കൊണ്ട്, ഇവർക്ക് പുതിയൊരു വീട് വെക്കുവാനോ ഇല്ലെങ്കിൽ സ്ഥലം വാങ്ങുവാനോ ഉള്ള ആഗ്രഹം ഇവരുടെ മനസ്സിലുണ്ട് എങ്കിലും അതെങ്ങനെ നടത്തണമെന്നുള്ള ചിന്താഗതിയിലാണെങ്കിൽ അമ്മേ മാതാവ്, അമ്മയുടെ ഇടപെടൽ ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ. ഇവർക്കൊരു പുതിയൊരു വീട് വെക്കുവാനും സ്ഥലം വാങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കണമേ. അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും സ്ഥലം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവ്, ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറണമേ, കടബാധ്യതകൾ മാറണമേ. എങ്ങനെ കടം വീട്ടുമെന്നുള്ള അതിൽ നിൽക്കുകയാണെങ്കിൽ അമ്മേ മാതാവ്, അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവരുടെ ആ കടബാധ്യത മാറുവാനായിട്ട് അമ്മയുടെ അനുഗ്രഹം ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ
ജോലി ലഭിക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുവാൻ അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അമ്മേ മാതാവ് ഗവൺമെൻറ് ജോലി അവർക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ്. അതുപോലെ തന്നെ നേഴ്സുമാരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അമ്മേ മാതാവേ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി വിസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ, ടിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരെല്ലാവരെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ. ഇത്തരം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവാതിരിക്കുവാൻ അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അമ്മയുടെ പ്രസൻസ് അവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്തവർ അമ്മേ മാതാവേ, വിവാഹം കഴിക്കാത്തവരുണ്ട് എങ്കിൽ അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവർക്ക് മക്കളുണ്ടാകുവാനുള്ള അനുഗ്രഹം അമ്മയിൽ നിന്നുണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകണമേ. മക്കളും മാതാപിതാക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അമ്മേ മാതാവേ ആ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവാനും അമ്മയുടെ ഇടപെടൽ അവിടെ തന്നെ ഉണ്ടാവണമേ അമ്മേ മാതാവേ. സമാധാനം ആ കുടുംബത്തിലുണ്ടാവണമേ അമ്മേ മാതാവേ. സ്വത്ത് തർക്കങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവിടെ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കുടുംബങ്ങൾ എല്ലാം തന്നെ അമ്മയുടെ ഇടപെടൽ മൂലം വിശദീകരിച്ചുകൊണ്ട് അവിടെയുള്ള പൈശാചികമായിട്ടുള്ള എല്ലാ ചിന്താഗതികളും പുറന്തള്ളിക്കൊണ്ട് അമ്മയുടെ ഇടപെടലിലൂടെ ആ കുടുംബം ഉന്നത നിലയിലേക്ക്, സമൂഹത്തിലെ നിലയും വിലയുമുള്ളൊരു കുടുംബമായി മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തി ടെൻഷനിലൂടെയോ ഇല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളിലൂടെയോ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ തീർച്ചയായിട്ടും അവരുടെ ആ ടെൻഷനും കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അവർ പൂർണ്ണ സന്തോഷത്തോടു കൂടി അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവ് രോഗിയായിട്ടുള്ളവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ രോഗാവസ്ഥ അമ്മ മാറ്റണമേ. അവരെ പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകണമേ അമ്മേ മാതാവേ. എല്ലാ തരത്തിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും എടുത്തു നീക്കണമേ അമ്മേ മാതാവ്. ഇപ്പോൾ ഇവർ സമർപ്പിക്കുന്ന ഈ ആവശ്യം അമ്മ മാതാവ് തീർച്ചയായിട്ടും ഏറ്റെടുക്കണമേ. നിങ്ങളുടെ ആവശ്യം പറയാം. അമ്മേ മാതാവേ, ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ ആവശ്യം അമ്മ മാതാവ് തീർച്ചയായിട്ടും അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മേ മാതാവേ. അമ്മയുടെ വാക്കുകളാണ് തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ മക്കളിലേക്ക് എത്തിക്കുന്നത്. അമ്മ തീർച്ചയായിട്ടും ഇവരെ വിടുവിക്കും. ഇവരുടെ ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യമൊക്കെ മാറ്റുകയും ചെയ്യും. അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ മക്കൾ എപ്പോഴും അമ്മയോട് ചേർന്ന് നിൽക്കുകയും അമ്മ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ അമ്മയിലൂടെയുള്ള ജീവിതം മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത് അമ്മേ മാതാവേ. അമ്മയിലൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തീർച്ചയായിട്ടും അമ്മയുടെ കൂടെ നിൽക്കുന്നവരെ അമ്മ ഏത് രീതിയിലും അമ്മ ഉയർത്തിക്കൊണ്ടുവരും. തീർച്ചയായിട്ടും സമൂഹത്തിന് മുന്നിൽ ഉന്നത നിലയിലേക്ക് കൊണ്ടുവരാൻ അമ്മയെ കൊണ്ട് സാധിക്കും. തീർച്ചയാണ് അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ അങ്ങനെ തെളിയിച്ചതാണ്. അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നതിനോർത്ത് അമ്മയോട് ഞാൻ നന്ദി പറയുന്നു.